ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റം അവരിൽ എങ്ങനെ മാറ്റം കൊണ്ടുവന്നു എന്നാണ്. നിങ്ങൾക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അവർക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കാർഡ് ഇവിടെ പ്രിൻസസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്, നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളിലേക്ക് ഒരു സ്പാർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിനെയാണ് കാണുന്നത്. ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിറേഷൻ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ യൂണിവേഴ്സ് വരെ കാണിച്ചു തരാണ്. നിങ്ങൾ നിങ്ങളുടെ ആംബിഷനെ ഫോളോ ചെയ്യുകയാണ്. നിങ്ങളുടെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നാണ് കാർഡ് പറയുന്നത്. ആസ് എ ഡ്രീമർ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ ചുവട് വെച്ചു കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് കണ്ടോ? കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഫയറിനെയാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നു എന്നാണ്. അത്രയേറെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിയാണ്. നിങ്ങളുടെ വേദന തന്നെയാണ് അവരിലേക്ക് ഇത്രയും ഫയറായിട്ട് കാണിക്കുന്നത്. എരുതിയിൽ എരിയാവറിയില്ലേ, അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആക്ഷൻ എടുക്കുന്നു. തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്ന് തീരുമാനമെടുക്കുന്നത് നിങ്ങളിലേക്ക് എന്നാണ് കാർഡ് പറയുന്നത്. രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫൂൾ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ ഒരു ബന്ധം പുതിയതായിട്ട് തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുകയാണ്. ഏത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, അവിടെ നിന്നും സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്, ഫ്രീഡം. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് തന്നെയാണ് അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ട് കാർഡ് കിട്ടി പറഞ്ഞില്ലേ. ഇവിടെ 10 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു മഴയെയാണ് കാണിക്കുന്നത്. റെയിൻ എന്നാണ് കാർഡിൻ്റെ മീനിങ് വരുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ സംഭവിക്കുന്നത് വേദനകൾ എൻഡാകുന്നു എന്നാണ്. പെയിൻഫുൾ എൻഡിങ്. നിങ്ങളിലെത്തിൽ മാത്രമേ അവിടെ ഹീലിംഗ് സംഭവിക്കുകയുള്ളൂ, മുറിവുകൾ ഉണങ്ങുകയുള്ളൂ. കാരണം നിങ്ങൾ അത്ര കണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അവർ. അതിൻ്റെ ഫലം തന്നെയാണ് അവരിലേക്ക് ഇത്രയേറെ വേദനകളെ കാണിക്കുന്നത്. 10 സ്വാട്സാണ് അവരുടെ ശരീരത്തിൽ. അതെന്ന് പറയുന്നത് അവർ ചെയ്ത തെറ്റുകൾ ഓരോന്നായിട്ട് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുകയാണ്. നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ ഈ മുറിവുണങ്ങുള്ളൂ, ഹീലാവുള്ളൂ എന്നവർ തിരിച്ചറിയാണ്. ഡിസിഷൻ മേക്കിങ്ങിനെ, അവരുടെ ഇന്നർ പീസിനെയാണ് കാണിക്കുന്നത്. പീസ് എന്നുള്ളൊരു കാർഡാണ്. കണ്ണ് കെട്ടി വെച്ചിരിക്കുകയാണ്, മറ്റുള്ള വ്യക്തികളാൽ അവരുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുകയാണ്. മേക്കിംഗ് എ ഡിഫിക്കൽട്ട് ചോയ്സ് എന്നാണ് കാർഡ് പറയുന്നത്. തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. മറ്റുള്ള വ്യക്തികളുടെ എനർജി മൂലമാണ് സാധിക്കാതെ വന്നിട്ടുള്ളത്. പാസ്റ്റിൽ എനർജിയാണ് കണ്ണ് കെട്ടി. അതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുള്ളത്, ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരുന്നത്. ഇന്ന് അവരുടെ ചിന്തകളെ കാണിക്കുന്നു, അവരെ പ്രവൃത്തിയെ കാണിക്കുന്നു. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ള വ്യക്തികളെ അവരെ കണ്ണ് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ അവരെല്ലാം നഷ്ടപ്പെടുത്തിയെന്ന് അവർ തിരിച്ചറിയാണ്. അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷനെയാണ് 5 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. അവർക്ക് ചുറ്റും അവരുടെ ഫാമിലി, അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളില്ല. നിങ്ങളോട് ചെയ്ത തെറ്റെന്തെന്ന് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കുകയാണ്, അത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയി എന്നവർ തിരിച്ചറിയുന്നു അല്ലേ?
നിങ്ങളുടെ സ്നേഹം ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. ആദ്യമൊക്കെ നിങ്ങൾ അവരെ തേടി പോയിരുന്നു. അവർ നിങ്ങൾ അത്ര കണ്ട് വേദനിപ്പിച്ചിട്ടും നിങ്ങൾ തേടി പോയിരുന്നു. അവരെ മെസ്സേജ് ചെയ്തിരുന്നു, കോൾ ചെയ്തിരുന്നു. ഇന്ന് നിങ്ങൾ ഒന്നിനും പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് തന്നെയാണ് അവരിലേക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് കാണിക്കുന്നത്, ബിറ്റർനെസ് ആയിട്ട് കാണിക്കുന്നത്, ഹേർട്ട് ബ്രോക്കൺ ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ബ്രൈറ്റ് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂടെയാണ്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുക പറഞ്ഞാൽ നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ്. അതെ, നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് തന്നെയാണ് ഇവിടെ അവർക്ക് വേദനയായിട്ട് കാണിക്കുന്നത്. യൂണിവേഴ്സ് അവരിലേക്ക് പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. 10 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് പിന്തിരിഞ്ഞ് നോക്കിപ്പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഇവിടെ സാമ്പത്തിക പുരോഗതി, അവരുടെ കരിയർ ഗ്രോത്ത് എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ തെറ്റ് ചെയ്തുകൊണ്ടാണ്, അവരുടെ പ്രവൃത്തി തന്നെയാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതെന്ന് അവർ തിരിച്ചറിയാണ്. കുറ്റബോധമാണ് കാണിക്കുന്നത്. എന്തൊക്കെ ഉണ്ടായാലും സ്നേഹിക്കപ്പെടാനായിട്ട് ഒരു മനസ്സ് വേണം, സ്നേഹിക്കുന്ന ആൾ വേണം. അവരുടെ തെറ്റും ശരിയും മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുക ഒരാൾ വേണം എന്നവർ തിരിച്ചറിയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളവരെ സ്നേഹിച്ചിട്ടുള്ളത്, നിങ്ങളവരുടെ കൂടെ നിന്നിട്ടുള്ളത്. അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയെങ്കിൽ തിരിച്ചറിവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. ന്യൂ ബിഗിനിങ് എന്നാണ് കാർഡ് പറയുന്നത്, തുടക്കം. ഇത്രയും നാളും അവരെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയായിരുന്നു. എന്താണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റുകൾ, ആ തെറ്റിൻ്റെ ഫലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യൂണിവേഴ്സ് ഓരോന്നായിട്ട് അവരെ അനുഭവിപ്പിക്കുകയായിരുന്നു എന്ന് കാർഡ്സ് പറയുകയാണ്. ന്യൂ ഐഡിയ വരുന്നുണ്ട്. ബ്രൈറ്റ് ലൈറ്റ്, ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ് ഐഡിയ വരുന്നത്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം, നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇന്ന് നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളെ നേടിയെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ പ്രോസ്പെരിറ്റിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. ഡയറക്റ്റ് ഫോക്കസ് എന്നാണ് കാർഡ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അവർ തിരിച്ചു വരുമ്പോഴേ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് വേണം അവർ സ്വീകരിക്കാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് തെറ്റാ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് അവരുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. ഇവിടെ കപ്സിൻ്റെ എനർജിയാണ്, 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, നിങ്ങളുടെ എനർജിയാണ്, 3ൻ്റെ എനർജിയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമായിരിക്കാം. നിങ്ങളും നിങ്ങളുടെ സിബ്ലിങ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സന്തോഷ നിമിഷത്തെയാണ് കാണിച്ചു തരുന്നത്. സോൾ കോൺട്രാക്റ്റിനെയാണ്, കമ്മ്യൂണിക്കേഷനെയാണ്. ഇതൊരു സെലിബ്രേഷൻ കാർഡ് തന്നെയാണ്. നിങ്ങളിൽ വന്നിട്ടുള്ള ഒരു സന്തോഷ നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്ന പുരോഗതി തന്നെയാണ്, നിങ്ങളിലേക്ക് ചേഞ്ചസ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷമായി എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഫാൻറ്റസി എന്നാണ് കാർഡ് പറയുന്നത്. വിഷ്ഫുൾ തിങ്കിങ് എന്നാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ഫോക്കസ് ചെയ്യുന്നത് മുന്നോട്ട് തന്നെയാണ്, നിങ്ങളിലേക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ആദ്യമൊക്കെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ഓപ്ഷൻ ആയിരുന്നു, ഒരു ഫാൻറ്റസി ആയിരുന്നു എന്ന് പറയുന്നു. ഇവിടെ നിങ്ങളുടെ മാറ്റം തന്നെയാണ് അവരിലേക്ക് തിരിച്ചറിവ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കപ്പെടുന്നത്. നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ തന്നെ കാണിക്കുന്നു. ആദ്യമൊക്കെ നിങ്ങളും അവരും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ അടിത്തറ വേണമെന്ന് പറയുന്നു. ഇനിയാണ് നിങ്ങൾ ജീവിതം തുടങ്ങുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട്. ഇനി ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ അവർ വേണം. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ വേണമെന്ന്. ഫ്യൂച്ചർ കാർഡാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബ്രൈറ്റ് ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ സന്തോഷിക്കാനായിട്ടുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഹാർമണിയാണ് ഈ ഒരു ബന്ധത്തിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അത്രയേറെ നിങ്ങളും അവരും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു, ആത്മബന്ധമുണ്ടെന്ന് പറയുന്നു. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് ഒരു പൂർണ്ണതയിലെത്താനാണ്. നിങ്ങളുടെ ലൈഫിലേക്ക്
എല്ലാ രീതിയിലുള്ള സന്തോഷം കൊണ്ടുവരാനാണ്. പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് യൂണിവേഴ്സിൽ മാത്രമാണ്. യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് എല്ലാ രീതിയിലുള്ള പ്രോഗ്രസ്സും തരുന്നത്. ഇവിടെ ടൈം കാർഡ് എടുക്കുകയാണ്. കുറേ പേര് ടൈം കാർഡ് വേണമെന്ന് പറയുന്നു. ഡേറ്റുകളാണ്. ഓൺ ഡേറ്റ് 3, 12, 21, 30 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് യുവർ ടീച്ചേഴ്സ് ഓർ ഗുരുസ് ബ്ലെസ്സിങ്സ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചറുടെ, ഗുരുവിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം. പ്രാർത്ഥിക്കുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഗുരുവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയുക. പ്രപഞ്ചശക്തിയോടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വിത്തിൻ 10 months, എല്ലാവരുടെയും അല്ല, in 4 months, in next April, in 26 days. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള കാലയളവിനെയാണ് ഇവിടെ 5 കാർഡിൽ കിട്ടിയിട്ടുള്ളത്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. ഇവിടെ ഒത്തിരി പേര് റീഡിംഗ് എടുക്കുന്നുണ്ട്, റീഡിംഗ് ചെയ്യുന്നുണ്ട്. ഈ റീഡിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് സമയമാകുമ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. നിങ്ങളുടെ എനർജി ഈ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.